അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും വിവാദം. സിനിമയെ കുറിച്ച് ബിജെപി എന്ത് കാഴ്ചപ്പാട് പറയുന്നത്? ബിജെപിയുടെ സിനിമയൊന്നുമല്ലോ. അതിലൊരു ബീഫ് വായും കുത്തിക്കയറ്റി തീറ്റിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിവാദമായ പശ്ചാത്തലം. അത് കേരളത്തിൽ നടക്കുന്നു എന്ന രൂപത്തിലാണോ കേരള? എനിക്കങ്ങനെ അറിയില്ല. അതൊരു സിനിമയാണ്. സിനിമയെ കണ്ടാൽ മതി. അതിൽ ഇഷ്ടമുള്ള ആൾക്കാർ കാണാൻ, കാണാതിരിക്കാം. അതിൽ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, സ്വാഭാവികമായിട്ട്. ഓരോ സിനിമയിലും വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ തിയേറ്ററിലേക്ക് മാർച്ച് നടത്തിയോ? ഞങ്ങൾ സിനിമ കാണണ്ടെന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. അത് ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടാണ്. ചരിത്രത്തിൽ ഒരു ഭാഗം മാത്രം കാണിച്ചാൽ പോരാ, മറുഭാഗം കൂടി കാണിക്കണം ഞങ്ങൾ പറഞ്ഞിരുന്നു. അതല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ അങ്ങനെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ ശരിക്കും? എനിക്കറിയില്ല. എന്റെ അനുഭവത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ അനുഭവത്തിലുണ്ടെങ്കിൽ പറയേണ്ടത്. കേരള സ്റ്റോറി എന്ന് മാത്രം പേര് നൽകുകയും കേരളത്തിൽ ഇല്ലാത്തൊരു സ്റ്റോറി പ്രദർശിപ്പിക്കുകയും ചെയ്തൊരു ചരിത്രത്തോട് ചെയ്യുന്ന രീതിയുടെ തന്നെയല്ലേ? ഈ മുംബൈ എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ആ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മുംബൈയിലുള്ള കാര്യം. അല്ല, ബിജെപി കൂടി എതിർക്കേണ്ടതല്ലേ? കേരളത്തിൽ അങ്ങനെയല്ല, നമ്മുടെ കേരളം അങ്ങനെയല്ല എന്ന് ബിജെപി കൂടി പറയാനുള്ള ബാധ്യത. ബാക്കി എല്ലാ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെയാണ് കേരളം. പല സിനിമയിലും കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെയാണോ കേരളം? ഒരു കാര്യം മാത്രം, ഇത് ഓരോ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും കാര്യമാണ്. അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. ഒരു സിനിമയിൽ ഒരു സാധനം ഇതുപോലെയുള്ള കേരളം, മറ്റേ സിനിമ വേറെ കാര്യം ഇതുപോലെയുള്ള കാര്യം. ഇതിന്റെ കേരളം എങ്ങനെയാണെന്ന് കേരളത്തിലെ ആൾക്കാർക്ക് അറിയാം. കേരളത്തിൽ എതിർക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. കേരളത്തിൽ മതതീവ്രവാദമില്ലേ? കേരളത്തില് ഭീകരവാദമില്ലേ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേരളത്തിലുണ്ട്. ഇതൊക്കെ കേരളത്തിലുണ്ടല്ലോ. അവരും അവരും കരുതി കൊയ്ത് മുദ്രാവാക്യം പിടിച്ച് കേരളത്തിലുണ്ട്. ഇതൊന്നും ഒരു സിനിമയെ കണക്ട് ചെയ്യണമെന്നല്ല. ഇതൊക്കെ കേരളത്തിലുണ്ട്. അതിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് എതിർക്കും. അതൊന്നും ഒരു സിനിമയെ കണക്ട് ചെയ്ത് പറയുന്ന രീതിയിൽ ബിജെപി സിനിമയിൽ പലതും വരും. സിനിമയുടെ കണ്ടന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം നോക്കിയിട്ടാണ്. അതെന്തിനാണ് എനിക്ക് സിനിമ, ഞാൻ ഏതെങ്കിലും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ സിനിമയായിട്ട് കണ്ടാൽ പോലെ. ഞാൻ എമ്പുരാൻ സിനിമ വന്നപ്പോഴും ഞാൻ അതാണല്ലോ പറഞ്ഞത്. ഞാൻ അതാണല്ലോ പറഞ്ഞത്. സിനിമയെ നിങ്ങൾ സിനിമയായിട്ട് കണ്ടാൽ മതി. അതിൽ എതിർപ്പുള്ള ആൾക്കാർക്ക് എതിർപ്പറിയിക്കാം. എമ്പുരാൻ സിനിമ വെട്ടി മാറ്റേണ്ടി വന്നില്ലേ? ആ സീനുകളൊക്കെ വെട്ടി മാറ്റേണ്ടി വന്നു. പിന്നീട് അത് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ പോയല്ലോ. എന്തിനു പോയി? ആരെങ്കിലും എതിർത്തോ? പിന്നെ അല്ല, എമ്പുരാൻ സിനിമയുടെ നടന്ന ഏതെങ്കിലും തിയേറ്ററിലേക്ക് പോലും വെട്ടിമാറ്റി. ഞാൻ എന്റെ ചോദ്യം, അത് അവർക്കുള്ള നിർമ്മാതാക്കൾക്കുള്ള പ്രശ്നം കൊണ്ടാണ്. അവർക്ക് തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. നിർമ്മാതാക്കന്മാരും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളും തിരിച്ചറിഞ്ഞ് അവര് വെട്ടിമാറ്റാൻ വേണ്ടി ഒരു സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ തീരുമാനമാണ്, ബിജെപിയുടെ തീരുമാനം അല്ലല്ലോ. അതൊക്കെ CPM-ന്റെ സമീപനമാണ്. CPM-ന് ഇഷ്ടമില്ലാത്ത സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള CPM തീരുമാനമാണ്. ഞാൻ ചോദിക്കട്ടെ, TP ചന്ദ്രശേഖരന്റെ ജീവിതം സിനിമയായ സമയത്ത് കേരളത്തിൽ എത്ര തിയേറ്റർ പ്രദർശിപ്പിച്ചു? നിങ്ങൾ ആരും അന്നൊന്നും പറഞ്ഞില്ലല്ലോ. പ്രദർശിപ്പിക്കാൻ തയ്യാറായ എത്ര സിനിമാ തിയേറ്ററിലെ ഡിവൈഎഫ്ഐക്കാർ അടിച്ചു പിടിച്ചു? അതൊക്കെ അവരുടെ സമയം. ഞങ്ങൾക്ക് ആ സമയമില്ല. നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ഈ രാജ്യത്ത് എത്ര സിനിമ വന്നു? ഞങ്ങൾ ഏതെങ്കിലും സിനിമ ടാക്സിലേക്ക് പോകണം. ഇത് സിനിമ നോക്കിയിട്ടൊന്നുമല്ല ആളുകൾ. BBC ഡോക്യുമെന്ററി ചോദിച്ചത് വിദേശ രാജ്യം നമ്മുടെ ആഭ്യന്തര കാര്യത്ത് ഇടപെടാൻ പാടില്ല. കേരളത്തില് ഇന്ത്യയിൽ എത്ര മാധ്യമ സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട്? ഞങ്ങളത് ചെയ്തു. ഇപ്പോഴും വരുന്നുണ്ടല്ലോ. ഒന്നാമതിൽ ഈ സിനിമ കണ്ടിട്ടൊന്നുമല്ല ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനൊന്നും യോജിപ്പിച്ച് അങ്ങോട്ടില്ല. നരേന്ദ്രമോദിയെ ഈ രാജ്യത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു സംവിധാനം ഒരു സിനിമയിൽ റോൾ പറഞ്ഞോളാം. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അതുകൊണ്ട് സിനിമ കാണേണ്ടവർക്ക് കാണാം, സിനിമയിലെ കണ്ടന്റിനെ എതിർക്കേണ്ടവർക്ക് എതിർക്കാം. ഞാൻ രണ്ടാമത്തെ കേരള സ്റ്റോറി ഞാനൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്കറിയില്ല. കേരള സ്റ്റോറി പോലെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറിയും വരണം എന്ന തരത്തിലുള്ള ചില ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ചർച്ചകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ബിജെപിയുടെ അഭിപ്രായം എന്താണ്? വന്നോട്ടെ. എത്ര സിനിമ വന്നിട്ടുണ്ട്? ഇതിലിപ്പോ അത്ഭുതം. എത്ര സിനിമ വന്നിട്ടുണ്ട്? ഇല്ലാത്ത കാര്യങ്ങൾ ആ സിനിമയിലുണ്ടാകുന്ന അവിടുത്തെ ജനങ്ങൾ എതിർത്തോട്ടെ. അതിനൊന്നും രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ട കാര്യമില്ല. ഒരു സിനിമ ഒരാൾ നിർമ്മിക്കുമ്പോൾ അതിലെ കണ്ടന്റിനെ കുറിച്ച് ആസ്വാദകർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അത് ചരിത്രത്തെ നിഷേധിക്കുന്നതാണെങ്കിൽ ആളുകൾ എതിർക്കും. സ്വാഭാവികമാണ്. അത് എതിർപ്പ് അവരുടെ അഭിപ്രായമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്.
അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ചെറിയ സംഭവങ്ങൾ, നേരത്തെ പറഞ്ഞ മതതീവ്രവാദം അടുത്തുള്ള സംഭവങ്ങളുണ്ട്, അത് വലിയ രീതിയിൽ പർവ്വതീകരിച്ചിട്ടാണ് ഈ ചിത്രത്തിൽ. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെയാണ് കാണിച്ചത്. ചില വസ്തുതകൾ ശരിയാണ്. അത് വലിയ രീതിയിൽ ഇപ്പോ ആളുകളെ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ആദ്യത്തെ സിനിമയിലുള്ളത് ആളുകളെ, പെൺകുട്ടികളെ നിർബന്ധിച്ച് പ്രണയക്കുരുക്കപ്പെടുത്തി മതപരിവർത്തനം നടത്തി തീവ്രവാദത്തിന് വേണ്ടി ISIS-ന് കൈമാറുന്നു. കേരളത്തിൽ 4 സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടല്ലോ, 4 ഉണ്ടല്ലോ. കേരളത്തിൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയാൻ പറ്റില്ല. എല്ലാ പ്രണയ വിവാഹം അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ പ്രണയിച്ചാൽ ഉടനെ തന്നെ അത് ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. എത്രയോ നല്ല പ്രണയങ്ങളും നന്നായിട്ട് ജീവിക്കുന്ന എത്രയുണ്ട്. പക്ഷെ 4 സംഭവം ഉണ്ടായി. എപ്പോഴും ഏതെങ്കിലും ഒരു സംഭവത്തെയൊക്കെയാണല്ലോ സിനിമയിൽ വരിക. എല്ലാ സിനിമയും അങ്ങനെയാണല്ലോ, എല്ലാ സിനിമയും അങ്ങനെയല്ലേ. പിന്നെ സിനിമക്ക് ടൈറ്റിൽ കൊടുക്കുന്നത്, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. പല നഗരങ്ങളുടെയും പേരിൽ സിനിമ എടുക്കുന്നത്, അതൊക്കെ ആ നഗരം നടക്കുന്ന കാര്യമാണല്ലോ. അത് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഞങ്ങളതിന് ഉദാഹരണം BJP അതിന് വലിയ ക്യാമ്പയിൻ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഞങ്ങൾ എല്ലാവരും പറയുന്നു നിങ്ങൾ ആ സിനിമ പോയി കാണണം. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതിനെതിരായിട്ട് എതിർപ്പ് വന്നപ്പോഴും ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ആകെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകെ എതിർത്തത് മുഖ്യമന്ത്രി ഈ സിനിമ കാണാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം? മുഖ്യമന്ത്രി കാണണ്ട, അദ്ദേഹത്തിന്റെ വീട്ടുകാരും കാണണ്ട, ഇനി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് പറഞ്ഞിട്ടോ കാണണ്ട. കേരളത്തിലെ ജനങ്ങൾ ആരും ഒരു സിനിമ കാണണ്ട എന്ന് പറയാൻ ഈ മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം? കാണാതിരിക്കാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം അതില് വസ്തുതകളൊന്നും ശരിയല്ല എന്ന് പറയും. നിങ്ങൾ കാണരുത് എന്നൊക്കെ എങ്ങനെയാ മുഖ്യമന്ത്രി? അതിനെ ഞങ്ങൾ എതിർത്തിട്ടുള്ളൂ. അല്ലാതെ അതിനെ എല്ലാവരും അനുകൂലിക്കണം, എല്ലാവരും പോയി സിനിമ കാണണം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിന്റെ ഉള്ളടക്കങ്ങളിൽ വസ്തുതാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് സർക്കാരും കോൺഗ്രസും ഒക്കെ തന്നെ ഇതിനെ വിമർശിക്കുന്നത്. BJPക്ക് എന്തുകൊണ്ട് അതിനെ വിമർശിച്ചുകൂടാ? ഇതിനകത്ത് വസ്തുതാപരമായ തെറ്റുകളുണ്ട്. വസ്തുതാപരമായ ശരികളും അതിലുള്ളതുകൊണ്ട് തെറ്റുകൾ പ്രൂവ് ചെയ്യണം. തെറ്റുകളുള്ളത് തെറ്റ് വിമർശിച്ചോട്ടെ, അതിൽ ശരികളുണ്ട്, ഞങ്ങൾ ശരിയാണ് ബീഫ് കുത്തി കയറ്റുന്നതൊക്കെ ഇവിടെ നടക്കുന്നതാണോ? ഞാൻ ആ സിനിമ കണ്ടിട്ട് ഏത് കോൺടസ്റ്റിലാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ട് പറയും. ഞാനതെല്ലാം കണ്ടിട്ടില്ല. കാണാത്ത കാര്യം ഇത് നിങ്ങൾ പറയുമ്പോ ഏത് കോൺടസ്റ്റിലാണ്, എന്താണ് എന്റെ പശ്ചാത്തലം എന്ന് നമുക്കറിയില്ല. അപ്പൊ അറിയാത്തൊരു കാര്യത്തെ ഞാൻ തന്നെ പ്രതികരിച്ച് കുറെ കാര്യങ്ങൾ പ്രതികരിച്ചു. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി.